ഒരു നിമിഷം. ജീവിതത്തിൽ ചിലപ്പോൾ ഒരു നിമിഷം മതി. ഒരു കുട്ടി ദേഷ്യപ്പെടുമ്പോൾ അത് അവൻ്റെ സ്വഭാവക്കുറവാണെന്ന് നമ്മൾ വിചാരിക്കും. ഒരു കുട്ടി നിശബ്ദനായാൽ അവൻ പ്രശ്നക്കാരനാണെന്ന് ലേബലൊട്ടിക്കും. പക്ഷേ ഒരിക്കൽ നമ്മൾ ഒരു നിമിഷം നിൽക്കുകയാണെങ്കിൽ അവിടെ കാണുന്നത് ദേഷ്യമല്ല, നിശബ്ദതയല്ല, ഒരു സഹായത്തിനുള്ള വിളിയാണ്. കുട്ടികൾക്ക് എല്ലാം പറയാൻ വാക്കുകളില്ല. അവർക്ക് അറിയാവുന്നത് ചെയ്യുക മാത്രമാണ്, ദേഷ്യം കാണിച്ച്, കരഞ്ഞ്, അല്ലെങ്കിൽ മാറി നിന്നുകൊണ്ട്. രക്ഷിതാക്കൾക്കും എളുപ്പമല്ല. ഓരോ ദിവസവും അവരുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയാണ്, എൻ്റെ കുട്ടിക്ക് നല്ലത് വരണം. പക്ഷേ ആ ആഗ്രഹത്തിനിടയിൽ ചിലപ്പോൾ കേൾക്കാനുള്ള സമയം നഷ്ടപ്പെടുന്നു. ഒരുപക്ഷെ നമ്മളും തളർന്നിട്ടുണ്ടാകാം. ഇവിടെ ആർക്കും തെറ്റില്ല. കുട്ടിയും രക്ഷിതാവും രണ്ടും മനുഷ്യരാണ്. ഒരു പക്ഷേ ഇന്ന് ഒരു കുട്ടി തെറ്റ് ചെയ്താൽ ചോദിക്കാം, എന്താണ് സംഭവിച്ചത്? എന്താണ് നിന്നെ വിഷമിപ്പിച്ചത്? ശിക്ഷയ്ക്ക് മുമ്പ് ഒരു നിമിഷം കേൾക്കാം. ഒരു പക്ഷേ ഇന്ന് ഒരു രക്ഷിതാവ് കർശനമായി സംസാരിച്ചാൽ കുട്ടിക്ക് മനസ്സിലാക്കാം, അവർക്ക് സ്നേഹമാണ്, അത് പറയാൻ അറിയാതെ പോയതാവാം. വേദനയ്ക്ക് മുമ്പ് ഒരു നിമിഷം മനസ്സിലാക്കാം. ബന്ധങ്ങൾ ഒരു ദിവസം തകരുന്നതല്ല, ചെറിയ ചെറിയ നിമിഷങ്ങൾ ശേഖരിക്കപ്പെടുമ്പോഴാണ് അകലമുണ്ടാകുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ നിമിഷങ്ങൾ തിരിച്ചു പിടിക്കുമ്പോഴാണ് ബന്ധങ്ങൾ ശക്തമാകുന്നത്. ഇന്ന് എല്ലാം ശരിയാക്കാൻ ശ്രമിക്കണ്ട, എല്ലാം മാറ്റാൻ ശ്രമിക്കണ്ട. ഒരൊറ്റ കാര്യം മതി, ഒരു നിമിഷം കേൾക്കാൻ, ഒരു നിമിഷം ശാന്തമാകാൻ, ഒരു നിമിഷം മനസ്സിലാക്കാൻ. കാരണം ഒരു നിമിഷം ഒരു ജീവിതം മാറ്റാൻ മതി. ഒരു നിമിഷം. വീണ്ടും കാണാം.